നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. വടക്കേത്തുറവ് സ്വദേശി വടക്കൂട്ടുവീട്ടിൽ പരേതനായ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വയോധികയെ പിന്നീട് ട്രെയിൻ തട്ടിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സുഭാഷ് മകനും ദിവ്യ മരുമകളുമാണ്. വത്സലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിൽ പൂട്ടിക്കിടന്ന ഫാക്ടറിയിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. കേളത്ത് സ്കഫോൾഡിംഗ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 5 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. മിണാലൂർ സ്വദേശികളായ വടക്കൂടൻ വീട്ടിൽ ടോവിൻ വിൽസൺ, പൂവത്തിങ്കൽ വീട്ടിൽ റമീസ്, പുതുരുത്തി സ്വദേശി കോമാട്ടിൽ വീട്ടിൽ സഞ്ജീവ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 1-നാണ് മോഷണം നടന്നതായി ഉടമ യൂസഫ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ മെഷീനറികളും അനുബന്ധ പാർട്സുകളും ഇരുമ്പ് മെറ്റീരിയലുകളും ഉൾപ്പെടെ സാധനങ്ങൾ കവരുകയായിരുന്നു. വീട് കയറി ആക്രമണം നടത്തി ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KSEBയുടെ മീറ്റർ ബോർഡും അടിച്ചു തകർത്ത പ്രതി പിടിയിൽ. ചേർപ്പ് ചൊവ്വൂർ സ്വദേശി പെരുമ്പള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥാണ് അറസ്റ്റിലായത്. പെരുമ്പള്ളിശ്ശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരന്റെ വീട് കയറിയാണ് പ്രതി ആക്രമണം നടത്തിയത്. മുരളീധരന്റെ മകൻ ശ്രീരാമനും പ്രതിയും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ശ്രീനാഥ്. ബൈക്കിൽ വരികയായിരുന്ന യുവാവിനെയും 3 സുഹൃത്തുക്കളെയും തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വലപ്പാട് കോതകുളം സ്വദേശി വടക്കുംതല വിഷ്ണു, വലപ്പാട് തിരുപഴഞ്ചേരി കുണ്ടറ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 6-ന് പുലർച്ചെ 1:30 നാട്ടിക തിയേറ്ററിൽ സിനിമ കണ്ട ശേഷം ബൈക്കുകളിൽ മടങ്ങുകയായിരുന്ന വലപ്പാട് പള്ളത്ത് ആദർശിനെയും 3 സുഹൃത്തുക്കളെയും തിയേറ്ററിന് മുന്നിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതികളുമായി പരാതിക്കാരനായ യുവാവ് 2022-ൽ വലപ്പാട് ബീച്ചിൽ വെച്ച് മുൻപുണ്ടായ വഴക്കിന്റെ വൈരാഗ്യമാണ് ആക്രമണ കാരണം. വിഷ്ണു വലപ്പാട് സ്റ്റേഷൻ പരിധികളിൽ 1 പോക്സോ കേസിലും 2 അടിപിടി കേസുകളിലും മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്ത 2 കേസുകളടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രാഹുലിന് കഞ്ചാവ് ഉപയോഗിച്ചതിന് 2 കേസടക്കം 3 ക്രിമിനൽ കേസുകളുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K. അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർമാരായ CN എബിൻ, സജിബാൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ അലി, ശ്രാവൺ, ആദർശ്, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മുടക്കിയ മുതൽ കിട്ടുന്നില്ല, കടത്തിലേക്ക് പോകുന്നു. നേന്ത്രക്കായുടെ വില തകർച്ച കല്ലൂരിലെ വാഴ കർഷകർ കനത്ത പ്രതിസന്ധിയിലായി. കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട് നേന്ത്രക്കൊലയുടെ വില കുത്തനെ താഴേക്ക്. വിലയിടിഞ്ഞതോടെ വിളവെടുക്കാൻ പോലും തയ്യാറാകാത്ത നിരവധി കർഷകരാണ് കല്ലൂർ കാവല്ലൂരിലുള്ളത്. കർഷകർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. നേന്ത്രക്കായ്ക്ക് കിലോയ്ക്ക് 20 മുതൽ 25 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. സാധാരണ വില കുറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലാണ് ഇത്തവണ വില ഇടിഞ്ഞത്. ഒരു നേന്ത്രവാഴ കന്നുവെച്ച് വിളവെടുക്കുന്നത് വരെ കർഷകന് 350 രൂപയോളം ചിലവ് വരും. കൂടാതെ അതുവരെയുള്ള കർഷകരുടെ അധ്വാനം വേറെയും വരും. ഉൽപാദന ചെലവ് പോലും കിട്ടുന്നില്ലെന്നാണ് കാവല്ലൂർ കർഷക കൂട്ടായ്മയിൽ കർഷകർ പറയുന്നത്. 6 മാസം മുന്നേ 1 കിലോ കായ്ക്ക് 75 രൂപയായിരുന്നു. ഇപ്പം അത് 20 രൂപയായി. കായ്ക്കൊരു വില സ്ഥിരത ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല കാര്യമായിരിക്കും. നമ്മുടെ കർഷകരിൽ വാഴക്കന്നിൻ്റെ വില വർധനവ് കൂടുതലാണ്. അതുപോലെ രാസവളത്തിൻ്റെ വളം വിലയും കൂടുതലാണ്. വാഴക്കന്നിൻ്റെ സബ്സിഡി അയ്യാതി വാഴക്കന്ന് ഫ്രീ ആയിട്ട് കർഷകന് എടുക്കാം. പിന്നെ അതിനോടൊപ്പം വാഴയ്ക്ക് സബ്സിഡി എണ്ണം പൈസ കൂട്ടി തരണം. ഒരു 100-150 രൂപയും സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് അംഗീകരിക്കാൻ തയ്യാറാവണം.
7 വളം കൊടുക്കണം. 7 വളത്തിന് എല്ലാം കൂടി നമുക്കൊരു 350-400 രൂപ ചിലവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് സംരക്ഷിക്കാനുള്ളത് പിണ്ടിപ്പുഴു, മയിൽ, പന്നി, ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്നൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന വില ഇപ്പോഴത്തെ നിലവാരത്തിൽ പോരാ. കൃഷിക്കാർ ലോണെടുത്ത് വളരെയധികം പലിശയും കൊടുത്ത് ലാസ്റ്റ് വരുന്ന നേരത്ത് കൃഷിക്കാരന് യാതൊരു വക വിലയും കിട്ടാത്ത രീതിയാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല സഹായം അവർക്ക് കൃഷിക്കാർക്ക് കിട്ടിയാലേ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തും MLA വഴിക്കും ഗവൺമെൻറ് വഴിക്കും എല്ലാ സഹകരണങ്ങളും നൽകണമെന്ന് വിനീതമായി. നമ്മുടെ വാഴ കർഷകർ വളരെയധികം തീരാ ദുഃഖത്തിലാണ് ഈ കാലഘട്ടത്തിൽ. ഒരു വാഴ കന്ന് 20 രൂപയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ രാസവളത്തിന് വളരെയധികം വില വർധനവ് ഉള്ള കാലഘട്ടത്തിലും 7ഓളം വളം ചെയ്ത് അതിന് 150 രൂപയുടെ വാഴൂണ് വാങ്ങിച്ച് കെട്ടി ആ വാഴൂണ് കെട്ടി വന്നതോടൊപ്പം തന്നെ അത് നിലവിൽ നമ്മളൊരു ഏകദേശം നമുക്ക് ഒരു 350 രൂപയോളം ഒരു വാഴയ്ക്ക് ചിലവ് വരുന്നുണ്ട്. ആ ചിലവ് വരുന്ന വാഴക്കുല മാർക്കറ്റിൽ പോകുമ്പോൾ 25, 26, 28 രൂപയ്ക്കാണ് 1 കിലോ നേന്ത്രക്കായ കൊടുക്കേണ്ടി വരുന്നത്. ഏതാനും വർഷങ്ങളായി കാലാവസ്ഥാ വ്യതിയാനത്തിലും കനത്ത കാറ്റിലും മഴയിലും നിരവധി കർഷകരുടെ വാഴകൃഷി നശിച്ചിരുന്നു. അന്നൊക്കെയുണ്ടായ നഷ്ടം നികത്താം എന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ കർഷകർ വാഴകൃഷി ചെയ്തത്. ബാങ്ക് ലോണും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തുമാണ് മിക്ക നേന്ത്രവാഴ കർഷകരും കൃഷിയിറക്കിയത്. പ്രതീക്ഷിച്ചതിലും മികച്ച വിളവ് ഓരോ കർഷകർക്കും ലഭിച്ചെങ്കിലും വാഴക്കുലകൾ വെട്ടിവിൽക്കുന്ന സമയത്ത് മുടക്കുമുതൽ പോലും തിരികെ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. നേന്ത്രവാഴ കർഷകർക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ വിപണിയിലെ വില നിയന്ത്രിച്ചില്ലെങ്കിൽ നേന്ത്രവാഴ കർഷകർ വലിയ കടക്കെണിയിലാവും. അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടാതെ വാഴക്കന്നുകൾ സൗജന്യമായി നൽകുക, 150 രൂപ സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കവിതാ കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PR ഡേവിസ്, രാജു കിഴക്കുടൻ, PM ഉമ്മർ, KK ഗോഖലെ, റപ്പായി പൊന്നാരി ആവശ്യപ്പെട്ടു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.